ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രഭാത ജാഗരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ ആത്മീക വളർച്ച എന്നുള്ളതാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. പ്രിയ ദൈവമക്കളെ, എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ ദൈവമക്കളും ഏറ്റവും പ്രധാനമായി കരുതേണ്ട ഒരു കാര്യം ആത്മനേട്ടം തന്നെയാണ്. എന്നാൽ ആത്മനേട്ടം എങ്ങനെ നമുക്ക് നടത്താം എന്ന് ചിന്തിക്കുമ്പോൾ നാം ഓരോരുത്തരും ആത്മീയമായി വളർച്ച പ്രാപിച്ചവരായി തീരണം, അല്ലെങ്കിൽ നമുക്ക് ആത്മനേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആത്മനേട്ടം ഉണ്ടാകണമെങ്കിൽ നാം ആത്മാക്കളെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ദൈവവചനം ശരിയായ രീതിയിൽ പങ്കിട്ട് കൊടുക്കാനുള്ള കഴിവ് ഉള്ളവരായി തീരണം. പ്രാർത്ഥനയോടെ ദൈവവചനം പഠിക്കുന്നവരായി തീരണം. മാത്രമല്ല, ദൈവവചനമാകുന്ന സത്യത്തിന്റെ കോട്ടയിലേക്ക് നമുക്ക് ഓടിക്കയറാനുള്ള ആ ഏറ്റവും വലിയ വാഞ്ച നമുക്കുണ്ടാകണം. അങ്ങനെ ആ വാഞ്ച ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വിവേകം ഉണ്ടാകുകയുള്ളൂ, ജ്ഞാനവും അതുപോലെ തന്നെ ശക്തിയും ദിവ്യ സഹായവും ലഭിക്കുകയുള്ളൂ. തിരുവചനം നന്നായി പഠിക്കുന്നവരായി തീരണം. നമ്മൾ നന്നായി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് നല്ല ഒരുക്കമുള്ളവരും വാഞ്ചയുള്ളവരും ഒരിക്കലും അടങ്ങിയിരിക്കുന്നവരും ആകരുത്. തിരുവചനം പഠിക്കുന്നതിൽ വളരെയധികം ശുഷ്കാന്തിയോടെ നാം പ്രവർത്തിക്കണം. മാത്രമല്ല, ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ അഥവാ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ മക്കൾ അവർ ഓരോരുത്തരും സ്വർഗത്തിലെ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. കാരണം അവരിൽ സ്വർഗത്തിലെ ദൈവം ദൈവ നിയമത്തിന്റെ നിക്ഷേപം നൽകിയിരിക്കുന്നു. ദൈവ നിയമത്തിന്റെ നിക്ഷേപം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇന്നത്തെ അനേകർക്കും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർക്കും ഒരു അപ്രിയ സത്യമാണ്. കാരണം ദൈവകൽപ്പനകൾ അനുസരിക്കണം എന്ന് പറയുമ്പോൾ അനേകര് ചിന്തിക്കുന്നത് ഈ ദൈവകൽപ്പന മനുഷ്യന് അനുസരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് നീക്കിക്കളയാനാണ് കർത്താവായി യേശുക്രിസ്തു വന്നതെന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അത് തീർത്തും 100% തെറ്റായ ചിന്താഗതിയും അത് പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് ഉതകുന്നതുമായ ആശയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മഹാദിവസത്തിനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി അനേകരെ ഒരുക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് അപ്രിയമാണെങ്കിലും ഈ ദൈവ നിയമത്തിന്റെ നിക്ഷേപം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം അത് ശക്തിയോടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, ഈ ദൈവിക സത്യം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി സംസാരിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ അത് ഉളവാകുവാൻ ഈ ശുശ്രൂഷകന്മാരും ദൈവിക സത്യം ഗ്രഹിച്ചിട്ടുള്ളവരും അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. മാത്രമല്ല, പാപത്തിന്റെ അല്ലെങ്കിൽ പാപത്തെയും ലോകസ്നേഹത്തിലും അധപ്പതിച്ച് ഹൃദയം കഠിനമായ മനുഷ്യർക്ക് ഈ ദൈവിക സത്യം പകർന്നു കൊടുക്കുകയും അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നാം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. നിരന്തരവും തീക്ഷ്ണവുമായ പ്രാർത്ഥനയും ദൈവവചന പഠനവും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും ഹൃദയവും ശരിയായ ബോധം നേടി അങ്ങനെ ദൈവവേലയിൽ നാം
ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും കർത്താവിന്റെ വേല ചെയ്യുന്നതിന് അതിശക്തിയോടെ പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടെ ദൈവവചനം പഠിക്കുക, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് പ്രാപിക്കുക, ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവ നിയമത്തിന്റെ നിക്ഷേപം നാം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക. നമ്മുടെ ജീവിതത്തിൽ ദൈവ നിയമമുള്ളവരായി കാണപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ, സംസാരത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ മറ്റുള്ള ഇടപാടിൽ ദൈവ കൽപ്പനകളുടെ പ്രാധാന്യത്തെ കാണുവാൻ മറ്റുള്ളവർക്ക് ഇടയാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭയാനകമായ ചുമതലയുള്ള ദൈവമക്കളാണ് നാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിശുദ്ധമായ ഒരു സത്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സമർപ്പണത്തോടെ നാം ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടതുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ദൈവവചനം പഠിക്കേണ്ടതുണ്ട്, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നാം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അതുപോലെ പച്ച മാറാത്ത ഇല വാടാത്ത വൃക്ഷം പോലെയും ആയിരിക്കും. നാം ഓരോരുത്തരും വാചാലമായ പ്രാർത്ഥനകളോടായിരിക്കണമെന്നല്ല, അതുപോലെ ന്യായവാദങ്ങളും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കുണ്ടായിരിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം മനസ്സൊരുക്കമുള്ള ഒരാത്മാവ്, താഴ്മയുള്ള ദൈവവചനം സൗമ്യതയോടെ മറ്റുള്ളവരോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരുവചനത്തിലൂടെ നാം അത് പഠിക്കുമ്പോൾ, ദൈവാത്മാവിന്റെ നിറവിൽ ജീവിക്കുമ്പോൾ, സൗമ്യതയും താഴ്മയുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വഭാവമുള്ളവരായി നാം മാറും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം ധാരാളമായ കാഴ്ചപ്പാട് നൽകുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പ്രാർത്ഥനയിലൂടെ, ദൈവവചന പഠനത്തിലൂടെ ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ സ്വർഗത്തിൽ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ. അത് നിമിത്തം അനേകർ കർത്താവിന്റെ വചനം ഗ്രഹിക്കുവാൻ, ദൈവ കൽപ്പനകളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ, ദൈവാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതരാകുവാൻ, കർത്താവിനെ പോലെ സൗമ്യതയും താഴ്മയും ധരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം മാതൃകയോടെ നയിക്കുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് തിരുവചനം കേട്ട എല്ലാവരും ആശീർവദിക്കപ്പെടണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിൽ ഈ തിരുവചനം ശ്രവിച്ച ഏവരും ധാരാളമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള വിശുദ്ധ ശബദിന്റെ മണിക്കൂറുകൾ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ. ദൈവം എല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ.